ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഡെപ്റ്ററിനെ പറ്റിയും ക്രെഡിറ്ററിനെ പറ്റിയും പഠിക്കാം അല്ലേ. ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഒരു കസ്റ്റമർ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുവാണ്. അപ്പോൾ ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ ഫ്യൂച്ചറിൽ ഡേറ്റിൽ എമൗണ്ട് തരാം എന്ന് എഗ്രി ചെയ്തുകൊണ്ടാണ് ആ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ഡെപ്റ്റർ ഈസ് ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേറൊരു ഹോൾസെയിൽ ഷോപ്പിലോ പോയിട്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റിന് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് എന്ത് വേണം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ എൻ്റെ വെൻഡറിന് കയ്യിൽ ഞാൻ പർച്ചേസ് ചെയ്ത എമൗണ്ട് ഏൽപ്പിക്കണം അല്ലേ. അപ്പോൾ അത് എൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ക്രെഡിറ്ററിന് നമുക്ക് എങ്ങനെ പറയാം, ഞാൻ എമൗണ്ട് കൊടുക്കാനുള്ള വ്യക്തി അല്ലേ, അതിനാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ ഈസ് ദ പേഴ്സൺ ഓർ എ ഫേം ഹു വി ഹാവ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ എ ക്രെഡിറ്റ് മാനർ. അപ്പോൾ ഇതാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമുക്ക് ഇതേപോലുള്ള വേർഡ്സ് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. കൊമേഴ്സ് മെയ്ഡ് വിത്ത് ആൻസി എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.